ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ഓക്സിലറി വചനവാർത്ത ജൂലൈ 2024 ലക്കം. ബുക്ക് റിവ്യൂ. ആധുനിക ഭാരതം ബൈബിളിൻ്റെ സൃഷ്ടി. ഗ്രന്ഥകാരൻ ഡോക്ടർ ബാബു കെ വർഗീസ്, മുംബൈ. വിവിധ സാമ്രാജ്യങ്ങളും രാഷ്ട്രങ്ങളും ഉടലെടുത്ത് വളർന്നു വന്ന ഈ ലോകത്തിൽ ഭാരതം അതിൻ്റെ വളർച്ചയുടെ ഒരു നിർണായക കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യം എങ്ങനെയാണ് ഈ നിലയിൽ എത്തിച്ചേർന്നത് എന്നതിനെക്കുറിച്ച് പലരും പല കാലഘട്ടങ്ങളിൽ എഴുതിയിട്ടുണ്ടെങ്കിലും അതിലധികവും അർത്ഥസത്യങ്ങളോ പക്ഷം പിടിച്ചുള്ളതോ ആയിരുന്നുവെന്ന് കാണാൻ കഴിയും. സത്യമായി പറഞ്ഞാൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള പലതിനെക്കുറിച്ചും മിക്ക ചരിത്രകാരന്മാർക്കും ബോധ്യമുണ്ടായിരുന്നുവെന്ന് വേണം കരുതുവാൻ. ചരിത്രം പറഞ്ഞു വയ്ക്കുമ്പോൾ എല്ലാവരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട സത്യങ്ങളെ പൂർണ്ണ ബോധ്യത്തോടെ വെളിച്ചത്ത് കൊണ്ടുവരുന്നതിൽ ശുഷ്കാന്തി കാണിക്കുന്ന ചരിത്രകാരന്മാരിൽ ഒരുവനാണ് ഡോക്ടർ ബാബു കെ വർഗീസ് എന്നറിയപ്പെടുന്ന ബാബു കരിങ്കുറ്റിക്കൽ വർഗീസ്. ഈടുറ്റ 8 ഗ്രന്ഥങ്ങൾ അനുവാചകർക്ക് സമർപ്പിച്ച ഡോക്ടർ ബാബു കെ വർഗീസിൻ്റെ ആധുനിക ഭാരതം ബൈബിളിൻ്റെ സൃഷ്ടി എന്ന ഗ്രന്ഥം 250ഓളം പുറങ്ങളിലൂടെ ദൈവത്തെയും ദൈവവചനത്തെയും ഉദ്ഘോഷിക്കുകയാണ്. സത്യത്തെ സദാകാലത്തേക്കും കുഴിച്ചു മൂടുക സാധ്യമല്ല എന്ന ആപ്തവാക്യം ഈ ഗ്രന്ഥത്തിലൂടെ പുനർജനിക്കുകയാണ്. ഈ രാജ്യത്തെ ക്രൈസ്തവ നേതൃത്വത്തിനും ക്രിസ്തീയ ചരിത്രകാരന്മാർക്കും രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾക്കും പറയാൻ കഴിയാതിരുന്ന സത്യങ്ങൾ ധൈര്യമായി പറയുവാൻ ഗ്രന്ഥകാരൻ ഇവിടെ ശ്രമിക്കുകയാണ്. ക്രൈസ്തവികതയെ കൊളോണിയലിസത്തിൻ്റെ നുഖത്തിൽ കെട്ടി കൊളോണിയലിസത്തിൻ്റെ ഒരു ഉപോൽപ്പന്നമാണ് ക്രൈസ്തവികത എന്ന് വരുത്തി തീർക്കുന്നതിലും പ്രചരിപ്പിക്കുന്നതിലും നമ്മുടെ പല ചരിത്രകാരന്മാരും ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ടെങ്കിലും ക്രൈസ്തവികതയും കൊളോണിയലിസവും ഒരു രേഖയുടെ 2 അറ്റങ്ങളാണെന്ന് ഡോക്ടർ ബാബു കെ വർഗീസ് സമർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്രാന്വേഷണത്തിൻ്റെ തീവ്രതയുടെ ഒരംശം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 2 പതിറ്റാണ്ടുകാലം അധ്വാനിച്ച് സമാഹരിച്ച രേഖകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ലെറ്റ് ദെയർ ബി ഇന്ത്യ, ഇമ്പാക്റ്റ് ഓഫ് ദ ബൈബിൾ ഓൺ നേഷൻ ബിൽഡിംഗ് എന്ന 1000ഓളം പേജുകളിലുള്ള ഡോക്ടറൽ തീസിസിൻ്റെ സംക്ഷിപ്ത മലയാളം പതിപ്പാണ് ഈ മഹത് ഗ്രന്ഥം. ക്രൈസ്തവികത എന്നും ഒറ്റയ്ക്ക് നിന്ന നന്മയായിരുന്നുവെന്നും അതിൽ കച്ചവട താല്പര്യം ഇല്ലായിരുന്നുവെന്നും സത്വബോധത്തോടെ നിലനിന്ന സത്യമായിരുന്നുവെന്നും ഈ നന്മയെ തമസ്കരിക്കുന്നതിന് ഇവിടെ ബോധപൂർവമായ പ്രവർത്തനം നടന്നിരുന്നുവെന്നും ഈ ഗ്രന്ഥത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഭാരതത്തിലെ മാതൃഭാഷകൾ, സാഹിത്യം, ഭാഷാശാസ്ത്രം, വിദ്യാഭ്യാസം, അച്ചടി, പത്രപ്രവർത്തനം, സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റം എന്നിവയിൽ ബൈബിൾ പരിഭാഷകരുടെ സംഭാവനകളെ പറ്റിയുള്ള സമഗ്രമായ ചരിത്രാന്വേഷണമാണ് ഈ ഗ്രന്ഥം. ഇന്ത്യയിലെ മിക്കവാറും എല്ലാ ഭാഷകളിലേക്കും ആദ്യമായി പരിഭാഷപ്പെടുത്തപ്പെട്ട ഗ്രന്ഥം ബൈബിൾ തന്നെയാണ് എന്ന് ഈ കൃതിയുടെ താളുകളിലൂടെ ഗ്രന്ഥകർത്താവ് വ്യക്തമാക്കുന്നു. ആധുനിക ഭാരതം ഇന്നത്തെ നിലയിൽ എത്തിച്ചേർന്നതിൽ ബൈബിളിൻ്റെ പങ്കിനെക്കുറിച്ചുള്ള സംക്ഷിപ്ത പഠനമാണ് ഈ ഗ്രന്ഥം. 2 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇന്ത്യയിലെ ഭാഷകളുടെ ഉദ്ധാരണത്തിന് തുടക്കം കുറിച്ച ബൈബിൾ പരിഭാഷകന്മാർ 85 ഡിക്ഷണറികളും 116 വ്യാകരണ ഗ്രന്ഥങ്ങളും 45 ജേർണലുകളും പ്രസിദ്ധീകരിക്കുകയുണ്ടായി എന്ന് ഇതിൽ വെളിപ്പെടുത്തുന്നു. ഇന്ത്യയിലെ ഓരോ തദ്ദേശീയ ഭാഷകളിലും ബൈബിൾ ഭാഗങ്ങൾ പ്രസിദ്ധീകരിക്കുക വഴി ക്രൈസ്തവ വേലക്കാരാണ് ആദ്യമായി ഗദ്യസാഹിത്യം പല ഭാഷകളിലും പരിചയപ്പെടുത്തിയത് എന്ന സത്യവും ഈ ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ചെന്നൈയിലെ WOC പബ്ലിഷിംഗ്, മുംബൈയിലെ മീഡിയ കൺസേൺസ് എന്നിവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ ഗ്രന്ഥം ആമസോണിൽ ലഭ്യമാണ്. ഷവലിയർ ഡോക്ടർ കോശി എം ജോർജ്, തിരുവനന്തപുരം.